ഹായ് ഹോൾ, എൻ്റെ പേര് സുൽഫത്ത്. ഞാൻ ഈ 18-ാം തീയതി ആയിരുന്നു ഖത്തർ എക്സാം എഴുതി പാസ്സായിരുന്നത്. അൽഹംദുലില്ലാ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ഓൾ മെഡ് ബെഞ്ചർ ടീം, എസ്പെഷ്യലി ആൻഡോ സാർ, ചിന്നു മാം. ഇവരൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു ആവറേജ് ലെവലിലായിരുന്നു ക്വസ്റ്റ്യൻസൊക്കെ വന്നിരുന്നത്. കേസ് മോഡൽ ക്വസ്റ്റ്യൻസൊക്കെ കുറവായിരുന്നു. പിന്നെ MCന്നും കാൽക്കുലേഷൻസിനൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. കാൽക്കുലേഷൻസൊക്കെ നമ്മളെ മെറ്റീരിയലിൽ നിന്നും പിന്നെ ഫയൽസിലൊക്കെ ഉള്ള കാൽക്കുലേഷനായിരുന്നു. അതിന് പുറമെ ഒരു 2-3 ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാത്ത കുറച്ച് ലെങ്തി ആയിട്ടുള്ള കാൽക്കുലേഷൻസും കൂടി ഉണ്ടായിരുന്നു. അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ മെഡിസിനൽ കെമിസ്ട്രിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. മെഡിസിനൽ കെമിസ്ട്രി പഠിക്കുമ്പോൾ നമ്മൾ ഓരോ സ്ട്രക്ചറിൻ്റെയും കൂടെ അതിൻ്റെ SARഉം കൂടി പഠിച്ചു പോകുന്നത് ഉപകാരമായിരിക്കും. ഓരോ പാർട്സ് തന്നിട്ട് അതിൻ്റെ ഓരോ ആക്ടിവിറ്റീസ് എന്താണെന്ന് എന്നോട് എടുത്ത് ചോദിച്ചിരുന്നു. അങ്ങനെ ഒരു 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ എക്സാമിൽ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ടൈം വളരെയധികം കറക്റ്റ് ആയിരുന്നു. ആദ്യം തന്നെ അറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്യുക. ബാക്കി അറിയാത്ത ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് വിടുക. ഓരോ ക്വസ്റ്റ്യൻമേലും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ ടൈം മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ എങ്ങനെ പഠിച്ചിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യം സാർ റെക്കോർഡ് ക്ലാസ് ഫുള്ള് കേട്ട് എന്നിട്ട് സാറ് മെറ്റീരിയൽ വായിച്ചിട്ട് ഒരു ബേസ് ഉണ്ടാക്കി. ആ ബേസ് വെച്ചിട്ട് ഞാൻ പിന്നെ ഫയൽസൊക്കെ നോക്കാൻ തുടങ്ങി. പിന്നെ ഫയൽസിലൊക്കെ നോക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് വരുമ്പോൾ വീണ്ടും മെറ്റീരിയൽ വെച്ച് പഠിക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്തിരുന്നത്. പിന്നെ ഞാൻ പഠിക്കുമ്പോൾ ഓരോ ഷോർട്ട് നോട്ട്സും പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ഓരോന്നിൻ്റെയും ഷോർട്ട് പോയിൻ്റ്, ഓരോ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് പോയിൻറ്റ്സും പിന്നെ ADRഉം അതൊക്കെ വേറെ സെപ്പറേറ്റ് പേപ്പറിൽ എഴുതി വെക്കുമായിരുന്നു. അതൊക്കെ എനിക്ക് എക്സാമിന് വളരെയധികം യൂസ്ഫുള്ളായി തോന്നി. എക്സാം ഹാളിലേക്ക് പോകുമ്പോഴും നമുക്ക് വായിച്ചു വെക്കാനൊക്കെ വളരെ യൂസ്ഫുള്ളാവും. അങ്ങനെ ഷോർട്ട് പോയിൻറ്റ്സും ADRഉം ഒക്കെ വേറെ വേറെ സെപ്പറേറ്റ് എഴുതണത്. പിന്നെ എക്സാമിൻ്റെ സാർ മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സാർ മെറ്റീരിയൽസ് ഓരോ പോയിൻറ്റ്സും വളരെയധികം യൂസ്ഫുള്ളാണ്. പിന്നെ സാർ മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ഓരോ പോയിൻറ്റ്സും നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ എക്സാം എഴുതണ ഒരു മാസം മുന്നേ തന്നെ നമ്മൾ ഫയൽസൊക്കെ നോക്കി തുടങ്ങണം. പിന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ വരുമ്പോൾ നമ്മൾ ഓരോ മെൻറ്റേഴ്സിനുമായിട്ട് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അവർ നമുക്ക് ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് തരും. അതുപോലെ തന്നെ നമ്മൾ ഓരോ ഗ്രൂപ്പും നമുക്ക് വളരെയധികം യൂസ്ഫുള്ളാണ്. നമ്മൾ പഠിക്കുന്ന ടൈമിൽ നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കാതെ നമ്മൾ ഡേറ്റ് എടുത്ത വേറെയും കുറേ ഫ്രണ്ട്സുകളുണ്ടാവും നമ്മളെ ഗ്രൂപ്പിൽ. അപ്പോൾ അവരുമായിട്ട് നമ്മൾ ഷെയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ യൂസ്ഫുള്ളാണ്. അപ്പോൾ അവരെ ഷോർട്ട് പോയിൻറ്റ്സും അവരെ ഷോർട്ട് നോട്ട്സൊക്കെ നമുക്ക് ഷെയർ ചെയ്ത് തരും. അപ്പോൾ അത് നമുക്ക് കൂടുതലായിട്ട് യൂസ്ഫുള്ളായിട്ട് തോന്നി. അങ്ങനെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് അയച്ചു തന്നിട്ടുണ്ട്. ഷാദിൽ, ഗോപിക, ആര്യ, ഇവരൊക്കെ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ബിഗ് താങ്ക്സ്. പിന്നെ നമ്മൾ മാക്സിമം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ കളക്ട് ചെയ്യാൻ നോക്കുക. പിന്നെ റീസെൻ്റ്ലി ആയിട്ട് എക്സാം എഴുതിയവരുടെ റിവ്യൂ ഒക്കെ കളക്ട് ചെയ്യുക. അവർക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിരുന്നത് എന്നൊക്കെ നമ്മൾ ചോദിച്ചറിയാം. അതൊക്കെ നമുക്ക് എക്സാമിന് കൂടുതൽ യൂസ്ഫുള്ളാണ്. അവർക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസൊക്കെ എന്നോടും എൻ്റെ എക്സാമിന് ചോദിച്ചിരുന്നു. പിന്നെ നമ്മൾ ചെറിയ ചെറിയ ഡെഫിനിഷൻസ് വരെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഓരോ ഫയൽസും ഇമ്പോർട്ടൻ്റ് ആണ്. ഫയൽസ് പഠിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അതിൻ്റെ ആൻസർ കാണാതെ പഠിക്കരുത്. എന്തുകൊണ്ട് ആ ആൻസർ വന്നതും കൂടി നമ്മൾ നോക്കിയിട്ട് വേണം പഠിക്കാൻ. പിന്നെ ഫയൽസിലും കുറേ തെറ്റുകളൊക്കെ ഉണ്ട്. അത് നമ്മളെ മെൻറ്റേഴ്സുമായിട്ടും പിന്നെ നമ്മളെ ഗ്രൂപ്പ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ആൻസർ കിട്ടും. അങ്ങനെ ആൻസേഴ്സ് ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കൂടുതലും ഒന്നും കൂടി മനസ്സിലാവും. എക്സാമിന് പോകുമ്പോൾ നമ്മൾ ഗൂഗിൾ ചെയ്ത ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് കൂടുതൽ യൂസ്ഫുള്ളാവും. പിന്നെ മാക്സിമം നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക. പിന്നെ സാറ് മെറ്റീരിയൽസിലെ ഓരോ പോയിൻറ്റ്സും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനി എക്സാം എഴുതണ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.